أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കണം, പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽക്ക് തന്നെ മനുഷ്യനെ എന്തൊരു ലക്ഷ്യത്തിനാണോ സൃഷ്ടിച്ചത്, എന്തൊരു ദൗത്യ നിർവഹണമാണോ മനുഷ്യനിവിടെ നിർവഹിക്കാനുള്ളത്, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന, ലക്ഷ്യ നിർവഹണത്തിന്റെ മുന്നിൽ വിഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ശത്രുവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുണ്ട്. ലോകത്തുള്ള ധാരാളക്കണക്കിന് മനുഷ്യരിൽ വ്യത്യസ്തമായ ആദർശങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്. വ്യത്യസ്തമായ ഇസങ്ങളുടെ, പ്രത്യയശാസ്ത്രങ്ങളുടെ വാക്താക്കളുണ്ട്. ഒരു നിലക്കും സമരസപ്പെട്ടു പോകാത്ത, ഒത്തുപോകാത്ത വിരുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളുമൊക്കെ വെച്ചു പുലർത്തുന്ന ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഒരാദർശവും ഒരാശയവും സ്വീകരിക്കാൻ നിർബന്ധം ചെലുത്തരുത് എന്നാണ് ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത്. ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരാൻ അവനെ നിർബന്ധിപ്പിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു മേഖല, ആളുകൾക്കിടയിൽ എത്ര തന്നെ ശത്രുതയുണ്ടായാലും ആ ശത്രുതകളെല്ലാം മറന്നുകൊണ്ട് പരസ്പരമുള്ള വിയോജിപ്പുകളും ശത്രുതയുമെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഒന്നിക്കുന്നവരെല്ലാം ഒന്നിക്കുന്ന ഒരു മേഖലയുണ്ട്. അത് ഇസ്ലാമിനെ എതിർക്കുന്ന വിഷയത്തിലാണ്. ഇസ്ലാമിനെ എതിർക്കുക, അതിന്റെ ആശയാദർശങ്ങളെ വികൃതമായി ചിത്രീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുന്ന വിഷയത്തിൽ എല്ലാ ശത്രുതയും മറന്ന്, എല്ലാ വിയോജിപ്പുകളും മറന്ന് ആളുകൾ ഒന്നിക്കാറുണ്ട്. അഥവാ ഇസ്ലാമിനെ ഒരു പൊതു ശത്രുവായിട്ടാണ് പലരും കാണുന്നത്. ഇസ്ലാമിക വിമർശനം നടത്തുന്ന ആളുകൾ അവർ തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ ഒരാവർത്തി പോലും വായിച്ചു നോക്കുകയോ പഠിക്കുകയോ ചെയ്യാതെയാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്നാണ്. അതിനെ എതിർക്കാൻ അത് പഠിക്കേണ്ടതില്ല എന്നൊരു ധാരണ വെച്ച് പുലർത്തുന്നു. അത് തികച്ചും അന്യായമാണ്.
നമ്മൾ ഏതൊരു ആദർശത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും അതിന്റെ മൂലഗ്രന്ഥങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രാഥമികമായ കാര്യമാണ്. എന്നാൽ ഇസ്ലാമിനെ എതിർക്കാൻ അതിന്റെ ആവശ്യമില്ല എന്നുവരെ ശത്രുക്കൾ തുറന്നു പറയുന്നുണ്ട്. അതത്രമേൽ ഇസ്ലാമിനോടുള്ള വിരോധമാണ്, ഇസ്ലാമിനോടുള്ള ശത്രുതയാണ് അത് ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ് ഈ പ്രസ്താവനകളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അടിമുടി വിമർശന വിധേയമാക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതം എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളെയും വിമർശിക്കുന്ന ആളുകളുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ പോലും പറയാത്ത ആരോപണങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ഉന്നയിക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറും ഒരു ഭൗതികനാണ്, യുദ്ധക്കൊതിയനാണ്, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ആളാണ്, അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മുഴുവനും ഭീകരതയും വർഗീയതയും പ്രസരിപ്പിക്കുന്ന ആശയങ്ങളാണ് അതിൽ ഉള്ളത് എന്ന് വരെ പറയാൻ മടിക്കുന്നു, എന്ന് വരെ പറയാൻ മടി കാണിക്കുന്നില്ല. ഒരു മടിയുമില്ലാതെ അത് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തനി ഭൗതികനായി ചിത്രീകരിക്കുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞാനിവിടെ സൂചിപ്പിക്കുന്ന ഏതാനും ഹദീസുകൾ മാത്രം പരിശോധിച്ചാൽ തന്നെ ഈ വിമർശനങ്ങൾ തികച്ചും അന്യായമാണ് എന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നും ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നത്, ദീർഘമായ 2 മാസക്കാലമൊക്കെ വെറും പച്ചവെള്ളവും കാരക്കയും തിന്ന് ജീവൻ നിലനിർത്തേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്രമേൽ വലിയ പട്ടിണിയും ദാരിദ്ര്യമുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, അവിടുന്ന് പ്രാർത്ഥിച്ചത് തന്നെ അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആല മുഹമ്മദിൻ ഖൂത എന്നാണ്. അല്ലാഹുവേ, മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെ റിസ്ഖ് നീ കൂത്ത് ആക്കണേ എന്നാണ്. കൂത്ത് എന്ന് പറഞ്ഞാൽ അന്നന്ന് കഴിച്ചു കൂട്ടുവാൻ ആവശ്യമായത്, അന്നേക്ക് കഴിച്ചു കൂട്ടുവാൻ ആവശ്യമായത് ആക്കി തരണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന തന്നെ. മറ്റൊരു ഹദീസിൽ കാണാം, എനിക്ക് ഉഹദ് മലയുടെ അത്ര സ്വർണമുണ്ടായാലും ഒരു 3 ദിവസം മാത്രം, ഒരു 3 ദിവസം കഴിയുമ്പോഴേക്ക് ഞാനത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് വല്ലതും കടം വീട്ടാനുണ്ടെങ്കിൽ അത് ബാക്കി വെച്ച് ബാക്കി മുഴുവനും പാവങ്ങളെ സഹായിക്കാൻ വിനിയോഗിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആളുകൾ തനി ഭൗതികനായി ചിത്രീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി ഇവിടെ വിട്ടേച്ചു പോകുന്ന വല്ലതുമുണ്ട് എങ്കിൽ, വല്ല ഭൗതികമായ സാമ്പത്തികമായി ബന്ധപ്പെട്ട വല്ലതും ഇവിടെ ഉണ്ട് എങ്കിൽ അതുപോലും പൊതുസ്വത്താണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർക്ക് ലഭിക്കുകയില്ല. മാ തറകഹു സ്വദഖ, റസൂലുള്ളാഹി വിട്ടേച്ചു പോകുന്നത് സ്വദഖയാണ്, അത് പൊതുസ്വത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് അതിലൊരു അവകാശവും ഉണ്ടാവില്ല. ഇന്നിങ്ങനെയുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് തന്റെ വീട്ടിലാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. നബി മരണപ്പെട്ട അന്ന് ആ വീട്ടിൽ കരളുള്ള ഒരാൾക്ക് തിന്നാൻ മതിയായത് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുപോലും അവിടെ ബാക്കിയില്ല. തുച്ഛം ചില അല്പം ബാർലി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആളുകൾ ഭൗതികനായി ചിത്രീകരിക്കുന്നത്.
അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ധാരാളം ആരോപണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സജീവമായി നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന, റസൂലുള്ളാഹിയെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കേണ്ടുന്ന ആളുകൾ ഈ തെറ്റിദ്ധാരണകൾ അത് സ്വയം തിരുത്തുകയും ആ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട ആളുകളെ അതിന് തിരുത്തുവാനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ ബാധ്യതയാണ്, ദീനീപരമായ ബാധ്യത തന്നെയാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ദീനിനോടുമുള്ള വിരോധം അതങ്ങോട്ട് തലക്ക് പിടിച്ച ആളുകൾ എന്താണ് പറയുന്നത് എന്ന് പോലുമുള്ള ബോധമില്ലാതെ അർത്ഥശൂന്യമായി സംസാരിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. കൃത്യമായി ദീനിനെ കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അർത്ഥശൂന്യമായ പ്രസ്താവനകൾ ഇറക്കുകയാണ് പലരും ചെയ്യുന്നത്. ഉറക്കത്തിൽ പല്ലുറുമ്പുന്ന ഒരു ശീലമുള്ള ഒരു സ്ത്രീ ഒരു ദന്ത ഡോക്ടറെ കണ്ട് ചികിത്സ തേടിയപ്പോൾ ഡോക്ടർ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ശീലമുണ്ടാകാൻ കാരണം നിങ്ങൾ പർദ്ദ ധരിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളുടെ വേഷവിധാനമാണ് ഇതിന് കാരണമെന്ന് ഒരു ദന്ത ഡോക്ടർ പറയുമ്പോൾ ആ വിമർശനത്തിന്റെ കഴമ്പ് എത്രയാണ്! എന്തൊരന്ധമായ വിരോധമാണിത്! സ്ത്രീകളോട് പറയുന്നത്, മുസ്ലിം സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പുരോഗതിയും കൈവരിക്കാൻ സാധിക്കാതെ പോകുന്നത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമാണ്. അതാണ് അതിന്റെ തടസ്സം. പർദ്ദ ധരിക്കാത്ത, മുഖപടം ശിരോവസ്ത്രം ധരിക്കാത്ത സ്ത്രീകളിലാണ് പുരോഗതിയുള്ളത്. ശിരോവസ്ത്രം ധരിച്ച സ്ത്രീകൾ അധോഗതിയിലകപ്പെട്ടവരാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ വസ്ത്രം ധരിക്കുക. വസ്ത്രത്തിന്റെ വലിപ്പം പരമാവധി കുറച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സ്വതന്ത്രരാവാം എന്ന് പറയുന്ന വിമർശകരെ കാണാൻ പറ്റും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ നമ്മുടെ ദീനിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട ഗ്രന്ഥമേതാണ് എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയനാകുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളുടെ ശരങ്ങളേൽക്കുന്നത് ഏതിനാണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിനാണ്. വിമർശിക്കാം, ഇസ്ലാമിനെ വിമർശിക്കാം, പക്ഷേ കൃത്യമായ ന്യായങ്ങൾ വെച്ച് അതിനെ വിമർശിക്കാം. അതിനുള്ള കൃത്യമായ ഉത്തരങ്ങളും ദീനീയായ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. പക്ഷെ ഇവിടെ ന്യായമായ ഒരു തെളിവില്ലെന്നും മാത്രമല്ല, ആകെയുള്ള അടിസ്ഥാനം എക്കാലത്തെയും ശത്രുക്കൾ അവലംബിക്കുന്ന നുണ മാത്രമാണ്. അടിസ്ഥാനം നുണ മാത്രമാണ്. ലോകത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ഏതൊരു ഇസ്ലാമിക വിമർശകന്റെയും അവന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കളവാണ്. കളവ് പ്രചരിപ്പിക്കുക. നമ്മുടെ നാടും അതിൽ ഒട്ടും പിറകിലല്ല. നമ്മുടെ നാടും ദീനിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ, കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിൽ ഒട്ടും പിറകിലല്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ കൃത്യമായി ഈ ദീനിന്റെ ശരിയായ മുഖം സ്വയം നമ്മൾ പരിചയപ്പെടുത്തുകയും ആ വിഷയത്തിൽ ഉൾക്കാഴ്ചയുള്ളവരാകുകയും മാറേണ്ടതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളെല്ലാം പഴയകാലത്തുള്ള ആളുകൾ വിമർശിച്ച അതേ ശൈലിയും അതിനൊരു ആധുനികമായ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതല്ലാതെ വേറെ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ അഭിസംബോധിതരായ അറബികൾ ദീനിനെ വിമർശിക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ മാർഗങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ
ഹജ്ജിന്റെ സീസൺ കൂടെ വന്നപ്പോൾ, മൗസിമുൽ ഹജ്ജ് വന്നപ്പോൾ ശത്രുക്കളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഇത് ആളുകളൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നൊക്കെ ഇവിടെ ഹജ്ജിന് വരും. അതുകൊണ്ട് നമ്മളെല്ലാവരും മുഹമ്മദിനെ കുറിച്ച് എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെയുള്ള കാര്യം പറയണം. ഒരേപോലെയുള്ള ആരോപണങ്ങളാണ് പറയേണ്ടത്. അതെന്താണ് അവർ തീരുമാനിച്ചത്? കൂടിയാലോചിച്ച് തീരുമാനിച്ചത് സാഹിറാണെന്ന് പറയണം. എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാരണക്കാരനാണ് എന്ന് പറയണം. അന്നത്തെ മീഡിയ അതാണ്. അന്നത്തെ മീഡിയ എന്ന് പറയുന്നത് അതാണ്. ഹജ്ജിനൊക്കെ വരുന്ന ആളുകളെ എല്ലാവരെയും എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ വിമർശനങ്ങൾ ഉന്നയിക്കുക. മീഡിയയും അതാണ് ചെയ്യുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലുള്ള ആരോപണങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേ രീതി തന്നെയാണ് ചെറിയ മാറ്റങ്ങളോടുകൂടെ ഇന്നും ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുന്നത്. അത് തിരിച്ചറിയേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. അത് തിരുത്തേണ്ടുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ തെറ്റിദ്ധാരണയ്ക്ക് വിധേയരായ ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതിന്റെ ബാധ്യതയുടെ ആഴം വർദ്ധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇങ്ങനെ ദീനിനെ വിമർശിക്കാനുള്ള കാരണങ്ങൾ? ഇസ്ലാമിനെ ഇത്ര കണ്ട് വിമർശിക്കുവാനുള്ള കാരണങ്ങൾ എന്താണ്? അതിനുള്ള കാരണങ്ങൾ പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഒരാൾ ദീനിനെ ഇങ്ങനെ വിമർശിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദീൻ അഥവാ ഇസ്ലാം ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെങ്കിൽ അതിനെ മതത്തെ ദൂരെ നിർത്തണം. ധാർമ്മികമായ വശങ്ങളെ ദൂരെ നിർത്തിയെങ്കിലേ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. രണ്ടാമതൊരു കാരണം, ആയുധ കച്ചവടം നടക്കില്ല. ആയുധ കച്ചവടമാണല്ലോ ലോകത്ത് വലിയൊരു കച്ചവടം. അതിനുള്ള ഏറ്റവും വലിയ തടസ്സം ഇസ്ലാമാണ്. ഇസ്ലാം സമാധാനവും ഇസ്ലാം സ്വസ്ഥതയും അതുണ്ടാകാനും അതിനെ സൃഷ്ടിക്കും പാടുപെട്ട് അധ്വാനിക്കുന്ന ഒരു ആളുകളാണ് ഇതിന്റെ ആളുകൾ, അനുയായികൾ. ആ ഒരു ആദർശമാണ്, ആ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ലോകത്തുണ്ടായിരിക്കേണ്ടത്. സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം അതുണ്ടെങ്കിലേ സുഖകരമായ ജീവിതവും പ്രബോധനവും നടക്കുകയുള്ളൂ. അതിന് വിഘാതമായി അഥവാ ആയുധ കച്ചവടത്തിന് വിഘാതമായി നിൽക്കുന്നത് ദീനാണ്, ഇസ്ലാമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുക. സ്ത്രീ സൗന്ദര്യത്തെ വിറ്റ് കാശാക്കാൻ, സ്ത്രീ ഉടലുകൾ, സ്ത്രീ സൗന്ദര്യത്തെ വിറ്റ് കാശാക്കാൻ ശരിക്ക് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ആശയം ലോകത്ത് പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും നടക്കില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ വേഷവിധാനത്തെ പ്രത്യേകമായി എതിർക്കുന്നു. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ദീനിനെ എതിർക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ട്, നിഷ്പക്ഷരായ ആളുകൾ തന്നെ വിലയിരുത്തിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ, ദീനിനെ അന്ധമായ വിരോധം കാരണത്താൽ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകളെ അവരെ ദീൻ അവരോട് പറയുന്നത്, നിങ്ങൾ എത്ര കണ്ടിതിനെ വിമർശിച്ചാലും എതിർത്താലും എതിർപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ദീനിന്റെ പ്രചരണത്തിന്റെ മുന്നിൽ നിങ്ങൾ തീർത്തിട്ടുള്ള സകല ഭിത്തികളെയും തകർത്തുകൊണ്ട് അതിന്റെ പ്രസരണവും ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എത്രമേൽ അതിനെ തടയിടാൻ ശ്രമിച്ചാലും അത് വളർന്നുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടം തന്നെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഈ ദീനിന്റെ പ്രസരണം അത് നിലച്ചു പോകണമെന്ന് ആഗ്രഹിച്ച ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്ന ഒരു കാര്യമാണ് സൂറത്ത് ഹജ്ജിലെ 15-ാമത്തെ വചനം. ഞാനിവിടെ പാരായണം ചെയ്ത് കേൾപ്പിച്ച വചനം. ആ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, മൻ കാന യളുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഹത്തിലും പരത്തിലും അല്ലാഹു സഹായിക്കുകയേയില്ല എന്ന് ധരിച്ചവൻ, അങ്ങനെ വിശ്വസിക്കുന്നവൻ, ഫല്യംദുദ് ബിസബബിൻ ഇലസ്സമാ ثم ليقطع فلينظر هل
യുദ്ഹിബന്ന കൈദുഹു മാ യഗീദ്, അവൻ തൂങ്ങിച്ചാകട്ടെ എന്നാണ് ഇതിന്റെ ആശയം. അള്ളാന്റെ സഹായം മുഹമ്മദ് നബിക്ക് കിട്ടില്ല, ഈ ദീനിനെ അള്ളാഹു സഹായിക്കില്ല എന്നാരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അവൻ അങ്ങനെ ധരിക്കേണ്ടതില്ല. അവന്റെ അരിശം തീർക്കാൻ അവൻ അങ്ങ് തൂങ്ങിച്ചത്തുകൊള്ളട്ടെ, അവൻ ആത്മഹത്യ ചെയ്തു കൊള്ളട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് ആത്മഹത്യ ചെയ്യാനുള്ള അനുവാദമല്ല. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഈ ദീൻ വളരുകയും പ്രസരിക്കുകയും ചെയ്യും. ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ, ഈ ദീൻ രാവും പകലും ഉള്ളിടത്തൊക്കെ, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നിടത്തൊക്കെ ഈ ദീൻ എത്തുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം, മൻ ദന്ന അന്നല്ലാഹ ലൈസ ബിനാസിരിൻ മുഹമ്മദൻ വകിതാബഹു വദീനഹു ഫല്യദ്ഹബ് ഫല്യഖ്തുൽ നഫ്സ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശുദ്ധ ഖുർആനെയും ദീനിനെയും അല്ലാഹു തആല സഹായിക്കുകയില്ല എന്ന് ധരിച്ചവൻ ഫല്യദ്ഹബ് ഫല്യഖ്തുൽ നഫ്സ, അവൻ പോയി ആത്മഹത്യ ചെയ്യട്ടെ എന്നാണ്. എന്ത് തന്നെ വിമർശനങ്ങളും എന്ത് തന്നെ തടസ്സങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചാലും ശരി, ഇതത് പ്രചരിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ ഈ ഒരു വചനത്തിലൂടെ അവർക്ക് മറുപടി നൽകുകയാണ്. ഇതിന്റെ വിശദീകരണങ്ങളിലും ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ കൃത്യമായി ദീനിന്റെ പ്രചരണവും അതിന്റെ പ്രസരണവും ഒക്കെ നടന്നതായി നമുക്ക് കാണാം. എനിക്ക് അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരന്മാരെ, ഞാനിവിടെ ദീനിനെ കുറിച്ച് ആളുകൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ പ്രചരണങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിമർശനങ്ങൾ മറ്റുമൊക്കെ എണ്ണിയാൽ തീരാത്തതാണ്. അതിനെ തിരുത്തണമെന്ന ബാധ്യതയുണ്ടെന്ന് പലതവണ ഞാൻ ആവർത്തിച്ചു. അതിനുതകുന്ന വലിയ നല്ല ഒരു ദഅവ പരിപാടി ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച കാസർഗോഡ് ടൗണിൽ വെച്ച് നടക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. അതിൽ നിർബന്ധമായും അതൊരു സംഘടന വളർത്താനുള്ളതല്ല, അത് നമ്മുടെ ധാർമ്മികമായൊരു ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ദീനിനെ കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി വിഷയത്തിൽ ബസീറത്തുള്ളവരാകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മുടെ വിശ്വാസത്തിന് പുഴുക്കുത്തേൽക്കാതിരിക്കാൻ, അതിനെ പരിക്കേൽക്കാതിരിക്കാൻ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിമർശനങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി നമ്മുടെ ഈമാനെ ബലപ്പെടുത്താൻ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതിന് നിർബന്ധമായും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം, നമ്മുടെ സുഹൃത്തുക്കളുടെയും അയൽപക്കക്കാരുടെയും ഒക്കെ സാന്നിധ്യം ആ പരിപാടിയിൽ ഉണ്ടാകണം. ആ പരിപാടിയുടെ വിജയത്തിന് ആവശ്യമായ അതൊരു ദീനി സംരംഭമായതുകൊണ്ടാണ് ഞാൻ ഈ മെമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ചോർന്നു പോകാതിരിക്കാൻ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അത് പറയുന്നത്. അതൊക്കെ ജിഹാദിന്റെ ഭാഗമാണ്. ജിഹാദാണിത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ വാളെടുത്ത് പൊരുതുക എന്നതാണ് ജിഹാദ് എന്ന പദം കേൾക്കുമ്പോഴേക്ക് ആളുകളുടെ മനസ്സിലേക്ക് വരിക. യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്, വാളെടുത്ത് പൊരുതുക എന്ന് പറയുന്നത് ജിഹാദിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. അതിനാകട്ടെ ഒരുപാട് നിബന്ധനകളും ശുറൂത്തുകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനൊരു സാഹചര്യമേ നമ്മുടെ നാട്ടിലില്ല. നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നിർവഹിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതതിന്റെ പ്രചരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നുബുവത്ത് കിട്ടി 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ യുദ്ധമുണ്ടാകുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി അന്ന് മുതൽക്ക് തന്നെ ജിഹാദ് ആരംഭിച്ചിട്ടുണ്ട്. നുബുവത്ത് കിട്ടിയിട്ട് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖിതാൽ യുദ്ധമുണ്ടാകുന്നത്. അതിന്റെയും 15 വർഷം മുമ്പ് ജിഹാദ് ആരംഭിച്ചിട്ടുണ്ട്. മക്കയിൽ ജിഹാദുണ്ട്.
ജിഹാദ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ദീനി പ്രബോധനമാണ്. അത് നടന്നിട്ടുണ്ട്, ഉറപ്പാണല്ലോ. അത് തന്നെയാണ് നമുക്കും നിർവഹിക്കാനുള്ള ജിഹാദ്. അത് ശരീരം കൊണ്ട് ചെയ്യണം, നമുക്കാവുന്ന വിധത്തിൽ ഇത് ചെയ്യണം, സമ്പത്ത് കൊണ്ടത് നിർവഹിക്കണം. വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ശരീരം കൊണ്ടും അഥവാ ദീനി പ്രബോധനങ്ങളിൽ വ്യാപൃതരാകുക. അതോടൊപ്പം ആ രംഗങ്ങളിൽ വരുന്ന സാമ്പത്തികമായ ബാധ്യതകളിൽ പങ്കുചേരുക. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. സാമ്പത്തികമായി ഇത്തരം സംരംഭങ്ങളോട് സഹകരിക്കുക എന്നുള്ളതും നമ്മുടെ ധാർമ്മികമായ ബാധ്യതയാണ്. നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഒരാൾക്കെങ്കിലും നമ്മൾ 10,000 മുടക്കി ഒരു പരിപാടി നടത്തുക വഴി ഒരാളുടെ എങ്കിലും തെറ്റിദ്ധാരണ ഒരു പരിപാടി കൊണ്ട് ഇല്ലാതെയായാൽ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പരലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, താങ്കൾ വഴി ഒരാൾക്കെങ്കിലും ഹിദായത്ത് ലഭിക്കുന്നത് ചുവന്ന ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നാണ്. ഏറ്റവും വിലപിടിച്ച അന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യമാണ് ചുവന്ന ഒട്ടകങ്ങൾ. ചുവന്ന ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഹൈറാണ് നീ വഴി ഒരാൾക്ക് നേർമാർഗം ലഭിക്കുന്നത് എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതിന്റെ ഒക്കെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ശാരീരികമായും സാമ്പത്തികമായുമുള്ള എല്ലാവിധത്തിലുള്ള ഈ സഹകരണവും ഈ ഒരു പ്രബോധന മേഖലയിൽ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലത്തമ്മാനിൽ അക്മലാൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കളനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ഞാനിവിടെ സൂചിപ്പിച്ച ദീനുമായി ബന്ധപ്പെട്ട ദീനിനെ എതിർക്കുന്ന ആളുകളിൽ നിന്ന് കേൾക്കുന്ന ചില ആരോപണങ്ങളാണ്. എന്നാൽ ഇസ്ലാമിനെയും അതിന്റെ ആദർശത്തെയും തെറ്റിദ്ധരിക്കുവാൻ നിമിത്തമാകുന്ന പല പരാമർശങ്ങളും ദീനിന്റെ ഉള്ളിലുള്ള ആളുകളിൽ നിന്നും വരാറുണ്ട്. അകത്തുള്ള ആളുകളിൽ നിന്നും ദീനിനെ മോശമായ രീതിയിലുള്ള ആളുകൾ മനസ്സിലാക്കുവാൻ നിമിത്തമാകുന്ന പ്രസ്താവനകളും ആ വിധത്തിലുള്ള സംസാരങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ദീനിന്റെ ശത്രുക്കൾക്ക് അവരുടെ മൈലേജ് കൂട്ടാൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഏറെ ഉപകരിക്കുന്നു എന്നതും സങ്കടകരമായ കാര്യമാണ്. അതിന് നിമിത്തമായി മാറുന്നു ദീനിന്റെ ഉള്ളിലുള്ള പല ആളുകളും. അതിൽപ്പെട്ട ഒരാരോപണമാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല, ഏറ്റവും ഗൗരവമായൊരു കാര്യമാണ്. വലിയ എന്ന് ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആ ഗണത്തിൽ ആളുകൾ എണ്ണുന്ന മുദബ്ബിറുൽ ആലം എന്ന ആളുകൾ പരിചയപ്പെടുത്തുന്ന, ഇതൊന്നും യാഥാർത്ഥ്യമല്ല. മുദബ്ബിറുൽ ആലം എന്നൊരു വ്യക്തിയെ കുറിച്ച്, ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഇത്രമേൽ വലിയ അപകടമാണ്. മുദബ്ബിറുൽ ആലം ആരാണ് എന്ന് മക്കയിലെ കൊടിയ മുശ്രിക്കിനോട് ചോദിച്ചാൽ പോലും അവർ പറയുക അത് അല്ലാഹുവാണ്. ഏഴാകാശങ്ങളുടെ റബ്ബ് ആരാണ്, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചാൽ തെല്ലും സംശയമില്ലാതെ അവർ പറയും അത് അല്ലാഹുവാണ്. ഇത് ഖുർആൻ പറഞ്ഞതാണ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആരാണ് റബ്ബ് എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവാണ്. വിശുദ്ധ ഖുർആനിൽ 10ഓളം ചോദ്യങ്ങളുണ്ട് ഈ രീതിയിൽ. ആരുടെയും നിയന്ത്രണം, സംരക്ഷണം ആവശ്യമില്ലാത്ത, അഭയം ആവശ്യമില്ലാത്ത, എല്ലാവർക്കും അഭയം നൽകുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹുവാൻ. ആരാണ് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് എന്ന് ചോദിച്ചാൽ അല്ലാഹുവാൻ. ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അല്ലാഹുവാൻ. ഇതിനൊക്കെ അവർ അല്ലാഹു തന്നെയാണ്, അല്ലാഹുവാണ് എന്ന് മറുപടി പറയുന്നു. എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും റബ്ബിനെ, റബ്ബാരാണെന്ന് ചോദിച്ചാൽ അവർക്ക് സംശയമില്ല അത് അല്ലാഹുവാണ്. എന്നാൽ ഇന്ന്
ഇന്ന് ഭക്തി പുരസ്സരം പാരായണം ചെയ്യുന്ന പാടുന്ന ചില വരികളിൽ ഞങ്ങളുടെ റബ്ബ് ഇന്ന ആളാണ്, ഞങ്ങളുടെ റബ്ബ് ഇന്ന ആളാണ് എന്നറിയണമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പാട്ടുകൾ ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഈ രീതിയിലുള്ള വരികൾ നമുക്ക് കേൾക്കേണ്ടി വരികയാണ്. മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില ആളുകൾ പറയുന്നത് ആ സമയത്തും തങ്ങൾ വലിയാണെന്ന് വിശ്വസിക്കുന്ന ആളുടെ പേര് പറഞ്ഞ് മരിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്ന ആളുകളുണ്ട്. ആരാണ് ലോകത്തിന്റെ മുദബ്ബിർ എന്ന് ചോദിച്ചാൽ സംശയമില്ല, അവർക്ക് സംശയമില്ല, അത് ഇന്ന ആളാണ്, ഇന്ന ആളാണ് എന്ന് പറയാൻ മടിയില്ല. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ അകത്തു നിന്ന് വരുന്ന കാര്യങ്ങളാണ്, അകത്തുള്ള ആളുകൾ പറയുന്നതാണ്. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പലപ്പോഴും നിരീശ്വര നിർമ്മിതവാദികളുടെ യുക്തിവാദികളുടെ മൈലേജ് കൂട്ടാൻ നിമിത്തമാകുന്നു. അവർ പറയാൻ സാധ്യതയുണ്ടല്ലോ, അവർ പറയും, അവർ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തും. ഈ പറയുന്ന ഒരു മനുഷ്യനാണ് മുദബ്ബിറെങ്കിൽ, ഈ പറയുന്ന ഒരാളാണ് ലോകത്തെ പടച്ചതെങ്കിൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ നമ്മളെ കിട്ടില്ലെന്ന് പറയുക സ്വാഭാവികമാണ്. അവർക്ക് അവരുടെ പിഴച്ച വിശ്വാസങ്ങളെ അതിനെ കൂടുതൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു മാധ്യമമായി, ഒരു മാർഗമായി ഇതിനവർ ഉപയോഗപ്പെടുത്തും. നിരീശ്വരവാദികൾ വരെ അതിന് ഉപയോഗപ്പെടുത്തുവാനുള്ള സാധ്യത കൂടുതലാണ്. മതത്തോടുള്ള, ദീനിനോടുള്ള അകൽച്ച വർദ്ധിപ്പിക്കുവാൻ പല സാധാരണക്കാരെയും പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകളായി ഇത്തരം കാര്യങ്ങൾ മാറുന്നു. വളരെ വലിയ അപകടം പിടിച്ച കാര്യങ്ങളാണ് ഈ ഒരു വാക്കുകളിലൊക്കെ ഉള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതൃവ്യൻ അബൂ താലിബ് മരണാസന്നനായി കിടക്കുന്ന വേളയിൽ അബൂ താലിബിനോട് പോയി പറയുന്നത്, എന്റെ പൊന്നു പിതൃവ്യ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്നാണ്. നിങ്ങൾ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞ് മരിച്ചോളൂ എന്നല്ല, എന്റെ പേര് പറഞ്ഞ് മരിച്ച അങ്ങക്ക് വിജയം ഉണ്ടാവുന്നല്ല. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചാൽ നിങ്ങൾക്ക് വിജയം കിട്ടുമെന്നാണ്. ഒരു മനുഷ്യൻ ഏറ്റവും അവസാനമായി പറയേണ്ട വാക്കും അതാണ്. ഒരു ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിടുന്ന ഒരു മുസ്ലിം, ആ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ അയാളുടെ അടുക്കൽ ഒരാളുമില്ല. അവിടെയുള്ളത് മുസ്ലിം അല്ലാത്ത ഒരു നഴ്സാണ്. അവർ പറയുന്നത് ഇയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പോലും അറിയാം, ഒരു മുസ്ലിം മരിക്കുന്ന വേളയിൽ അവസാനമായി പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾക്ക് പോലും അറിയാം. അങ്ങനെ ചൊല്ലി മരിക്കാനാണ് ഏതൊരു മുസ്ലിമും ആഗ്രഹിച്ചു പോകുന്നത്. പക്ഷേ അതുപോലും അതിന് പോലും തടസ്സം സൃഷ്ടിക്കുകയാണ്. അവിടെയൊക്കെ പറയേണ്ടത് ഇന്നാരുടെ പേരാണ്. അങ്ങനെ പറഞ്ഞ് 3 വട്ടം അതൊക്കെ പറഞ്ഞ് മരിച്ചാൽ അത് ഏറ്റവും വലിയ വിജയമാണ് എന്ന് പറയുന്ന, ലോകത്ത് കടന്നു വന്ന മുടിപ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുടിപ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ള അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ മുടിപ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ അതിശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാളുടെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ അവന് സ്വർഗപ്രവേശം സിദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് പോലും സമ്മതിക്കുന്നില്ല. അതുപോലും ആ ഒരു വേളയിൽ പോലും അതല്ല പറയേണ്ടത് എന്ന് പറയുന്നു. ഇത്രമേൽ വലിയ അപകടമാണിത്. പറഞ്ഞ് ആദ്യം അള്ളാഹുവിനെ പോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അള്ളാഹുവിന്റെ കാഴ്ചക്കും കേൾവിക്കും ദൂരപരിധിയില്ലാത്തതുപോലെ മഹാരഥന്മാരുടെ കാഴ്ചക്കും കേൾവിക്കും ദൂരപരിധിയില്ല എന്ന് പച്ച മലയാളത്തിൽ എഴുതി വെക്കുന്നു. ലോകത്തിന്റെ നിയന്താവ് ഇന്ന ആളാണെന്ന് പറയുന്നു, ഇന്ന ആളാണ് മുദബ്ബിർ എന്ന് പറയുന്നു, അവസാനം അയാൾ തന്നെയാണ് ഞങ്ങളുടെ പടച്ചവൻ എന്ന് പറയുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നു, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകമാണ് ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്നത്.
ലോകം അവസാനത്തോടടുക്കുമ്പോൾ ഈ ലോകത്ത് അല്ലാ 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 എന്ന് പറയാൻ പോലും ഒരാളുമില്ലാത്ത കാലം വരുമെന്ന്. ലോകത്ത് അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരാള് പോലും ലോകത്തില്ലാതെ വരുന്ന അത്ര കണ്ട് ശിർക്ക് പരന്നൊഴുകുന്ന കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ടാണ് പോക്ക്. സഹോദരന്മാരെ, അത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ, അതിന്റെ അപകടങ്ങൾ സ്വയം മനസ്സിലാക്കുവാനും അത് നല്ല സ്നേഹബുദ്ധിയോടുകൂടെ നസീഹത്തോടുകൂടെ ആളുകളെ തിരുത്തുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിൽ തീർച്ചയായും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ രോഗിയായി കിടക്കുന്ന ഒരു സഹോദരന് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണാരോഗ്യവാനായി സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലും പല ആളുകളും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരുമാണ്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم اجرنا من النار. اللهم أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة يا أرحم الراحمين.